Dear students, now let us discuss about kingdom fungi. നമ്മുടെ മൂന്നാമത്തെ കിങ്ഡം ആണ് കിങ്ഡം ഫംഗൈ. നമ്മൾ ഓൾറെഡി കിങ്ഡം മൊണീറയെ കുറിച്ചും കിങ്ഡം പ്രൊട്ടിസ്റ്റയെ കുറിച്ചും പഠിച്ചു. ഇനി ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിങ്ഡം ഫംഗയെ കുറിച്ചാണ്, ഫംഗസുകളെ കുറിച്ചാണ്. ആസ് യു നോ, ഫംഗസ് എന്ന് പറയുന്നത് അത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. എന്തുകൊണ്ടാണ്? കിങ്ഡം ഫംഗൈ കണ്ടെയ്ൻസ് ഓൺലി ഹെറ്റിറോട്രോഫിക് ഓർഗാനിസം ജസ്റ്റ് ലൈക്ക് അനിമൽസ് അല്ലേ. ഇപ്പം അനിമൽസിൻ്റെ പോലെ തന്നെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസം മാത്രമുള്ള ഒരു കിങ്ഡമാണ് കിങ്ഡം ഫംഗൈ. ഇനി ഇവർ ദേ ആർ കോസ്മോപൊളിറ്റൻ. എന്താണ് അതിൻ്റെ അർത്ഥം? കോസ്മോപൊളിറ്റൻ മീൻസ് എല്ലായിടത്തും നമുക്ക് ഫംഗസിനെ കാണാം. ഏത് സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പാണ് ഫംഗസ്. ദേ ഗ്രോ ഇൻ വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. അവർക്ക് എപ്പോഴും ഇഷ്ടം ഈർപ്പമുള്ള, നനവുള്ള, എന്നാൽ ചെറിയ ചൂടുള്ള സ്ഥലങ്ങളാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. ചൂട് എന്ന് പറയുമ്പോൾ ഹോട്ടല്ല, വാം ആൻഡ് ഹ്യൂമിഡ് പ്ലേസസ്. ദെൻ നമുക്കറിയാം ബ്രെഡ് മോൾഡ്. നമ്മൾ ഓൾറെഡി അത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ബ്രെഡ് ചീത്തയാവുമ്പോൾ, കേടാവുന്ന സമയത്ത് ഒരു ഗ്രേ കളർ ദെൻ ബ്ലാക്കിഷ് ആയിട്ട് കാണാം. അത് കുറച്ച് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടാക്കുന്നു. ബ്രെഡ് മോൾഡിൻ്റെ പേരെന്താണ്? റൈസോപ്പസ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? അപ്പോൾ ബ്രെഡ് മോൾഡ്, ദെൻ ഓറഞ്ച് റോഡ്സ്. ഇത് ഓറഞ്ചിന് വരുന്നൊരു തരം അസുഖമാണ്. മഷ്റൂം നമുക്കറിയാം എഡിബിൾ ആയിട്ടുള്ളതാണ് മഷ്റൂം. ദെൻ ടോഡ് സ്റ്റൂൾസ്, ദേ ആർ ടോക്സിക് മഷ്റൂം. ടോക്സിക് ആയിട്ടുള്ള മഷ്റൂമാണ്. പിന്നെ പല അസുഖങ്ങളും ഫംഗൽ ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്, പ്ലാന്റ്സിനായാലും അനിമൽസിനായാലും ഹ്യൂമൻ ബീയിങ്സിനായാലും. ഹിയർ ദിസ് ഇസ് ദ എക്സാമ്പിൾ ഫോർ വൈറ്റ് സ്പോട്ട്സ് ഓൺ മസ്റ്റാർഡ്. സോ ഇങ്ങനെയുള്ള ബ്രെഡ് മോൾഡ്, ഓറഞ്ച് റോഡ്, മഷ്റൂം, ടോഡ് സ്റ്റൂൾസ് എക്സെട്ര ആസ് വെൽ ആസ് വൈറ്റ് സ്പോട്ട്സ് ഓൺ മസ്റ്റാർഡ് ലീവ്സ് ആർ ഡ്യൂ ടു ദ പാരസിറ്റിക് ഫംഗൈ. അപ്പം നോർമലി ഫംഗസ് എന്ന് പറയുമ്പോൾ അത് സാപ്രോഫൈറ്റിക് ആണ്, ഡീകമ്പോസേഴ്സ് ആണ്. സംടൈംസ് ദേ വിൽ ബി പാരസിറ്റിക്. എനിവേ all of them included in the heterotrophs. Clear alle? Then let us move to the next. Some fungi are the source of antibiotics. അപ്പോൾ എപ്പോഴും ദോഷകരമായത് മാത്രമല്ല, ചില ഫംഗസ് നമുക്ക് യൂസ്ഫുൾ ആണ്. അതിലൊന്നാമതാണ് ഫംഗസ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ആൻറ്റിബയോട്ടിക്. ഡു യു റിമെമ്പർ പെൻസിലിൻ? ആരാണ് പെൻസിലിൻ കണ്ടുപിടിച്ചത്? അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് ആൻറ്റിബയോട്ടിക് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആദ്യമായി കണ്ടുപിടിച്ച ആൻറ്റിബയോട്ടിക് ആണ് പെൻസിലിൻ. ആൻഡ് ഇറ്റ് ഈസ് ഓൾറെഡി ഒബ്റ്റെയിൻഡ് ഫ്രം ദ പെൻസിലിയം നൊട്ടേറ്റം. പെൻസിലിയം ഈസ് ഇറ്റ്സ് ജീനസ് നെയിം. Okay, so penicillin is already obtained from Penicillium notatum, which is one of the fungus. So some fungi are the sources of antibiotics. പിന്നെ പറയുന്ന ചിലത് യൂണിസെല്ലുലാർ ആണ്. എക്സാമ്പിൾ ഈസ്റ്റ്. നമുക്കറിയാം ഈസ്റ്റും കുറച്ച് യൂസ്ഫുൾ ആണ് നമുക്ക്. ഈസ്റ്റ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്? ബ്രെഡ് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാൻ അല്ലേ? ബ്രെഡ് പോലെയുള്ള ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കാനും അതുപോലെ ആൽക്കഹോൾ ഉണ്ടാക്കാനും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗസ് ആണ് ഈസ്റ്റ്. ബട്ട് ദിസ് ഇസ് ദ യൂണിസെല്ലുലാർ ഫംഗസ്. അപ്പം നോർമലി ഫംഗൈ എന്നുള്ളത് കൂടുതലും മൾട്ടി സെല്ലുലാർ ആണ്. എങ്കിലും ചില യൂണിസെല്ലുലാർ ഫംഗസ് ഉണ്ട്. അതിന് വളരെ കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഈസ്റ്റ്. ഓക്കെ, സം യൂണിസെല്ലുലാർ ഫംഗസ് ആർ ഈസ്റ്റ് ആർ യൂസ്ഡ് ടു മേക്ക് ബ്രെഡ് ആൻഡ് ബീർ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, some fungus causes diseases in plants and animals. Just before I have shown you that white spot on mustard leaves. ഇനി ഇവിടെ കാണിക്കുന്നത് വീറ്റ് റസ്റ്റ് കോസിങ് പക്സീനിയ. ഓക്കെ, വീറ്റിന് വരുന്ന, ഗോതമ്പിന് വരുന്ന ഒരു അസുഖമാണ് റസ്റ്റ് ഡിസീസ്. ഓക്കെ, റസ്റ്റ് ഡിസീസ് ഓഫ് വീറ്റ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ സ്പെസിഫിക് ഫംഗസ് കോൾഡ് പക്സീനിയ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇതൊക്കെ എൻലാർജ് ചെയ്ത് കാണാൻ പറ്റും. ഇതൊക്കെ വളരെ എൻലാർജ് ചെയ്ത വ്യൂസ് മാത്രമാണ്. ഇവിടെ ഈസ്റ്റ് കാണാം, ഇവിടെ പെൻസിലിയം കാണാം. ഓക്കെ, പെൻസിലിയം, ഈസ്റ്റ് ആൻഡ് പക്സീനിയ. ഓൾവേസ് റിമെമ്പർ, ഇതൊക്കെ എൻലാർജ്ഡ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ്. എക്സെപ്റ്റ് ഈസ്റ്റ്, ഫംഗൈ ആർ ഫിലമെൻറ്റസ്. അതായത് നമ്മളിപ്പോൾ മനസ്സിലായി ഈസ്റ്റ് മാത്രമാണ് യൂണിസെല്ലുലാർ ആയിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ ബാക്കിയൊക്കെ തന്നെ അവരുടെ ബോഡി മുഴുവൻ ഫിലമെൻറ്റസ് ആയിട്ടുള്ള സ്ട്രക്ചറുകളാണ്. Filamentous structure means their body consists of slender thread-like structures called hyphae. അപ്പോൾ ഈ thread-like structures ആണ് ഇവർക്ക് ഇങ്ങനെയുള്ളത്. അപ്പോൾ thread-like structures, they just join together, just form like these structures, and this structure is called mycelium. Okay, അപ്പോൾ slender thread-like structure found in the fungal body is known as hyphae. And hyphae together known as, okay, the network of hyphae together known as mycelium. I hope you got.
അപ്പോൾ എന്താണ് ഫംഗൽ ബോഡി എന്ന് പറഞ്ഞാൽ? ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ യൂണിസെല്ലുലാർ. ഇഫ് ഇറ്റ് ഇസ് എ മൾട്ടി സെല്ലുലാർ ഇറ്റ് ഫോംസ് എ ഫിലമെൻറ്റസ് സ്ട്രക്ചർ, സ്ലെൻഡർ ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ. ദിസ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ഈസ് കോൾഡ് ഹൈഫേ. Okay, and these hyphae together form a network and a means ഒരു കൂട്ടായിട്ട് കാണാണ്, ഹൈഫയുടെ ഒരു കൂട്ടമായിട്ട് കാണാണ്. അങ്ങനെ കാണുന്ന കൂട്ടത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്രൂപ്പിനെയാണ് നമ്മൾ വിളിക്കുന്നത് മൈസീലിയം. ഓക്കെ, ഫംഗൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈഫേ ആൻഡ് ഹൈഫേസ് ടുഗദർ ഫോം മൈസീലിയം. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫംഗസിലെ ഹൈഫേ മെയിനായിട്ടും 2 ടൈപ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് 2 ടൈപ്സ് ഇവിടെ പറയുന്നത്? സീനോസിറ്റിക് ഹൈഫേ. ഓക്കെ, സീനോസിറ്റിക് ഹൈഫേ ആൻഡ് സെപ്റ്റേറ്റ് ഹൈഫേ. ബിഫോർ ദാറ്റ് ഐ വിൽ സീ യു ക്യാൻ ജസ്റ്റ് സീ ദിസ് ഡയഗ്രം. ഓക്കെ, ഈ ഡയഗ്രത്തിൽ ഇതൊരു ഫംഗൽ ബോഡീനെ എൻലാർജ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ അതിലിടയ്ക്ക് സെൽ വോൾ സെപ്റ്റം എന്ന് പറഞ്ഞ്, ഓക്കെ, സെപ്റ്റം എന്ന് പറഞ്ഞ് ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് ഇങ്ങനെ ക്രോസ് വോൾസ് കാണാം. അപ്പോൾ എന്താണ് സെപ്റ്റം എന്ന് പറയുന്നത്? ഇപ്പോൾ ഒരു ഫംഗലിൻ്റെ ഹൈഫയാണ് ഇതെന്ന് വിചാരിക്കുക. ഓക്കെ, ത്രെഡ് ലൈക്ക് സ്ട്രക്ചറാണ് ഫംഗസ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ദിസ് ഇസ് എ പീസ് ഓഫ് ഹൈഫേ. ഓക്കെ, ഒരു ഹൈഫയുടെ പീസാണ് ഇതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതിന് ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ക്രോസ് വോൾസുകൾ കാണപ്പെടും. അതായത് ഓരോ ന്യൂക്ലിയസ് അടങ്ങിയിട്ടുള്ള ഓരോ സെല്ലുകളായിട്ട് നമുക്കിതിനെ കാണാം. ബിക്കോസ് ഇറ്റ് ഇസ് എ മൾട്ടി സെല്ലുലാർ വൺ. ഓക്കെ, ആസ് ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ, നമുക്ക് ഇവിടെ കാണുന്ന ഈ ക്രോസ് വാളിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റം. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരാണ് സെപ്റ്റം. പ്ലൂറലായിട്ടാണ് നമ്മൾ സെപ്റ്റ എന്ന് പറയുക. അങ്ങനെ സെപ്റ്റം ഉണ്ട് എങ്കിൽ, ഈ ഒരു ഹൈഫയ്ക്ക് സെപ്റ്റം ഉണ്ട് എങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് സെപ്റ്റേറ്റ് ഹൈഫേ. ഓക്കെ, സോ വാട്ട് ഈസ് എ സെപ്റ്റേറ്റ് ഹൈഫേ? The hyphae which possess septum is called septate hyphae. I hope you got it. ഇനി പറയാൻ പോകുന്നത് എന്താണ് അസെപ്റ്റേറ്റ് ഹൈഫേ എന്നാണ്. അതായത് ഇപ്പോൾ ഇതാണ് ഹൈഫേ എന്ന് വിചാരിക്കുക. ഈ ഹൈഫയിൽ ക്രോസ് വോൾസ് അല്ലെങ്കിൽ സെപ്റ്റ ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ ഈ ന്യൂക്ലിയസുകളൊക്കെ തന്നെ സ്കാറ്റേർഡായി അവിടെ എവിടെയായിട്ട് കാണപ്പെടുന്നു. ഓക്കെ അല്ലേ? സോ നൗ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. എന്താണ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ? ഒരു സെല്ലിൽ ഒന്നിലധികം ന്യൂക്ലിയസ് കാണുക. ഇത് ആക്ച്വലി ഒരു സെല്ലല്ല, ഇറ്റ്സ് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ. ഒരു ലോങ് ത്രെഡ് ലൈക്ക് സ്ട്രക്ചർ ആയിരുന്നു. അതിനൊരിക്കലും ക്രോസ് വോൾസ് ഇല്ലാത്തത് കൊണ്ട് അതൊരു ട്യൂബ് പോലെ കാണുകയാണ്. ആ ട്യൂബ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നിറച്ച് അവിടെ ഇവിടെയായിട്ട് ന്യൂക്ലിയസ് ആണ്. സോ ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മൾട്ടി ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. അതർവൈസ് we can just call it as a xenocytic condition. Okay, we can call it as a xenocytic condition. So what is the meaning of xenocytic condition? Xenocytic means multi nucleated condition. Okay, multi nucleated condition ആണ് നമ്മൾ xenocytic എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടീഷൻ ഈസ് xenocytic അല്ലെങ്കിൽ മൾട്ടി ന്യൂക്ലിയേറ്റഡ്. And this xenocytic hyphae is also known as aseptate hyphae. Okay, aseptate. What is the meaning of aseptate hyphae? Because they do not have, aseptate hyphae do not have septa, do not have cross walls. Clear അല്ലേ? അപ്പോൾ സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറഞ്ഞാൽ സെപ്റ്റ എന്ന് പറയുന്ന ക്രോസ് വാൾസ് ഉണ്ട്, എന്നാൽ അസെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് എന്തില്ല? ക്രോസ് വാൾസ് ഇല്ല. അതുകൊണ്ട് ഇവരെ വിളിക്കുന്നത് അസെപ്റ്റേറ്റ് ഹൈഫേ, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനെ വിളിക്കുന്ന പേരാണ് സീനോസിറ്റിക് ഹൈഫേ. ഇനി നിങ്ങൾക്കിത് മനസ്സിലാവും, ഒന്ന് വായിച്ചു നോക്കാം നമുക്ക്. സീനോസിറ്റിക് ഹൈഫേ, ദേ ആർ കണ്ടിന്യൂസ് ട്യൂബ്സ് ഫിൽഡ് വിത്ത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് സൈറ്റോപ്ലാസം. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറഞ്ഞാൽ ദേ ഹാവ് സെപ്റ്റേ ഓർ ക്രോസ് വോൾസ്. ഐ ഹോപ്പ് ദാറ്റ് യു ഗോട്ട് ഇറ്റ്. ഇനി അടുത്ത പോയിന്റ്, നമ്മൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്കൊരു ടേബിൾ ഉണ്ടായിരുന്നല്ലോ. ആ ടേബിളിൽ നമ്മൾ കിങ്ഡങ്ങളുടെ 5 കിങ്ഡങ്ങളുടെയും ക്ലാസിഫിക്കേഷൻ്റെ ഓരോരോ ക്യാരക്ടേഴ്സ് പഠിച്ചിരുന്നു. അതിൽ സെൽ വോൾ പറഞ്ഞപ്പോൾ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഫംഗസിൻ്റെ സെൽ വോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? കൈറ്റിൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് പോളിസാക്കറൈഡ് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ ഫംഗൽ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് chitin and other polysaccharides. You have to know that chitin is also one of the polysaccharide, and fungal cell wall is also consist of chitin and some other polysaccharides. So mainly what we have to say, fungal cell wall is made up of chitin. Clear alle?
അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് സെപ്റ്റേറ്റ് ഹൈഫേ ആൻഡ് അസെപ്റ്റേറ്റ് ഹൈഫേ. അസെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് നമ്മൾ സീനോസിറ്റിക് ഹൈഫേ എന്ന് കൂടി പറയും. അതുപോലെ ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ എന്ന പോളിസാക്രൈഡ് കൊണ്ടാണ്. ഒപ്പം വേറെയും പോളിസാക്രൈഡ്സ് കാണാം. സോ ദ മെയിൻ കമ്പോണൻറ്റ് ഓഫ് സെൽ വോൾ ഈസ് കൈറ്റിൻ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, മോസ്റ്റ് ഫംഗി ആർ സാപ്രോഫൈറ്റ്സ്. എന്താണ് സാപ്രോഫൈറ്റ്സ്? ഇറ്റ് ഹാസ് റിട്ടൺ ഹിയർ absorb soluble organic matter from dead substrate. ഡെഡ് ആൻഡ് ഡീക്കേഡ് മാറ്ററിൽ നിന്ന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സാപ്രോഫൈറ്റ്സ് എന്ന് വിളിക്കുക. അതുകൊണ്ട് തന്നെ മോസ്റ്റ് ഓഫ് ദ ഫംഗസ് ആർ സാപ്രോഫൈറ്റ്സ് ആൻഡ് സം ഓഫ് ദം ആർ പാരസൈറ്റ്സ്. ജസ്റ്റ് ബിഫോർ നമ്മൾ കണ്ടില്ലേ പാരസൈറ്റ്സുകളായിട്ടുള്ളത്, അതായത് വീറ്റിന് റസ്റ്റ് എന്ന ഡിസീസ് കാരണമാകുന്ന പക്സീനിയ, അതെന്താണ്? പാരസൈറ്റ് ആണ്, ഒരു പാത്തജനിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഹോസ്റ്റ് പ്ലാന്റിൽ ജീവിച്ച് അതിന് അസുഖങ്ങൾക്ക് കാരണമാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഫുഡ് ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ അവരെ നമുക്ക് എന്ത് വിളിക്കാം? പാരസൈറ്റ്സ് എന്ന് വിളിക്കാം. അപ്പോൾ ഫംഗസിൽ കൂടുതലായിട്ടുമുള്ളത് സാപ്രോഫൈറ്റ്സ് ആണ്, ചില പാരസൈറ്റുകളും ഉണ്ട്. ഇനി റെയർ ആയിട്ട് നമുക്ക് കാണാവുന്ന വേറൊരു കാര്യമാണ് സിംബയോൺസ്. ഐ ഓൾറെഡി ടോൾഡ് സിംബയോൺസ് അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. എന്താണ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്? ബോത്ത് ആർ ബെനിഫിറ്റഡ്. ഇപ്പോൾ ഫംഗസ് വേറൊരു ഗ്രൂപ്പുമായി ചേർന്ന് ഒരു പ്രത്യേക അസോസിയേഷൻ ഉണ്ടാക്കുകയാണ്. അതിൽ ഫംഗസും വേറൊരു ഗ്രൂപ്പുമായി എന്ന് പറഞ്ഞല്ലോ, ആ ഗ്രൂപ്പും ബോത്ത് ആർ ബെനിഫിറ്റഡ്, ദെൻ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഞാൻ ഏതൊരു എക്സാമ്പിളാണ് കഴിഞ്ഞ ഒരു ഇതിൽ പറഞ്ഞിരുന്നല്ലോ, സയാനോ ബാക്ടീരിയയുടെ കേസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, അതിലേതായിരുന്നു? അനാബീനയും അസോളയും. അല്ലെങ്കിൽ നമുക്കറിയാം ലെഗ്യുമിനസ് പ്ലാന്റ്സ്, പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികൾ. പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളുടെ റൂട്ട് നൊഡ്യൂൾസിനുള്ളിൽ ആരെ കാണാം? റൈസോബിയം എന്ന ബാക്ടീരിയയെ കാണാം. അപ്പോൾ റൈസോബിയം ബാക്ടീരിയ നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു. പക്ഷേ റൂട്ട് നൊഡ്യൂളിൽ താമസിക്കാനുള്ള ആ ഒരു സ്പേസ് കൊടുക്കുന്നത് ആരാണ്? ലെഗ്യുമിനസ് പ്ലാന്റ്സ് ആണ്. ഹിയർ ബോത്ത് ആർ ബെനിഫിറ്റഡ്. നൈട്രജൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട്, നൈട്രജൻ സിമ്പിളായി കിട്ടുന്നത് കൊണ്ടാണ് ലെഗ്യുമിനസ് പ്ലാന്റ്സിൽ പയറുവർഗ്ഗത്തിൽപ്പെട്ട ചെടികളിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് പേരും ബെനിഫിറ്റഡ് ആണ്. അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യെസ്, ദാറ്റ് ഈസ് കോൾഡ് സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അപ്പോൾ ചില ഫംഗസുകൾ ഇതുപോലെ സയാനോ ബാക്ടീരിയകളെ പോലെ ചില ഫംഗസുകളും എന്ത് റിലേഷനിൽ കാണാറുണ്ട്? സിംബയോട്ടിക് റിലേഷനിൽ കാണാറുണ്ട്. അതിന് എക്സാമ്പിളാണ് സിംബയോൺസിന് എക്സാമ്പിളാണ് ലൈക്കൻസ്. എന്താണ് ലൈക്കൻസ്? ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ഫംഗസും ആൽഗയും കൂടി ചേർന്നുണ്ടാകുന്ന ഒരു സ്പെസിഫിക് ഓർഗാനിസം ആണ്. യു ക്യാൻ സീ ഹിയർ ലൈക്കൻസ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ട്രീ ട്രങ്കിലൊക്കെ അധികം പൊള്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിലെ ട്രീ ട്രങ്കുകളിൽ സാധാരണ കാണാറുള്ള ഒരു സ്ട്രക്ചറാണിത്. നിങ്ങൾ ഒരു പക്ഷേ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് പൊള്യൂഷൻ ഇല്ലാത്ത സ്ഥലങ്ങളിൽ എന്ന് പറയാൻ കാരണം നമുക്കറിയാം ലൈക്കൺ ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് എയർ പൊല്യൂഷൻ. എയർ പൊല്യൂഷൻ ഉള്ള സ്ഥലങ്ങളിൽ ഒരിക്കലും ലൈക്കനെ കാണുകയില്ല. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് എ ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ എന്നാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ നൗ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈക്കൺ എന്ന് പറയുന്നത് ഒരു ഓർഗാനിസം. ഇറ്റ്സ് ആക്ച്വലി അസോസിയേഷൻ ഓഫ് ഫംഗസ് ആൻഡ് ആൽഗെ. ഇതിനെക്കുറിച്ച് ഈ ചാപ്റ്ററിൻ്റെ അവസാനം നമുക്ക് കുറച്ചുകൂടി പഠിക്കാനുണ്ട്. വി ക്യാൻ ജസ്റ്റ് സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. The next one is mycorrhiza. Here also it is a symbiotic relationship, and here fungus is associated with the roots of the higher plants. ഈ higher plantsന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നോർമലി പറയാറുള്ളത് പൈനസ് ആണ്. നിങ്ങൾക്കറിയാമോ പൈനസിൻ്റെ സീഡ്സുകൾ, പൈൻ മരങ്ങൾ കേട്ടിട്ടില്ല എല്ലാവരും? ഈ പൈനസിൻ്റെ സീഡ് മുളയ്ക്കണമെങ്കിൽ, ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും മൈക്കോറൈസൽ അസോസിയേഷൻ ഉണ്ടായേ പറ്റൂ. അതായത് ആ സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ അതിന് അത്യാവശ്യം വാട്ടർ ആൻഡ് മിനറൽസ് കിട്ടണം. ആ വാട്ടർ ആൻഡ് മിനറൽസ് ആക്ച്വലി അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് അതിനുള്ളിൽ ജീവിക്കുന്ന, അതിനുള്ളിൽ ഓൾറെഡി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഫംഗസുകളാണ്. ഏത് റിലേഷൻഷിപ്പ് വഴി? മൈക്കോറൈസൽ റിലേഷൻഷിപ്പ് വഴി. അതുകൊണ്ട് എങ്കിൽ മാത്രമേ അതിനെ പ്രോപ്പറായിട്ട് ജെർമിനേറ്റ് ചെയ്യാനും ഫ്ലറിഷ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ മൈക്കോറൈസൽ അസോസിയേഷൻ ആക്ച്വലി ഇറ്റ് ഈസ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളൊരു വ്യൂ തന്നെയാണ്. ലൈക്കൺ നമുക്ക് വിസിബിൾ ആണ്. ഇവിടെ കാണിക്കുന്നത് കുറച്ച് മഷ്റൂം പോലത്തെ സ്ട്രക്ചറാണ്. ദേ ക്യാൻ ജസ്റ്റ് ഫൗണ്ട് ആസ് എ സാപ്രോഫൈറ്റ്സ്. ഓക്കെ, സാപ്രോഫൈറ്റുകളാണ് മഷ്റൂംസുകൾ. അപ്പോൾ സാപ്രോഫൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാരസിറ്റിക് ആയിട്ടുള്ള ഫംഗസ് ഉണ്ട്, അതുപോലെ തന്നെ സിംബയോട്ടിക് റിലേഷൻഷിപ്സും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഓൾറെഡി ഫോക്കസ് ചെയ്ത് എന്തിനെയാണ്? ന്യൂട്രീഷനാണ്. അപ്പോൾ മെയിൻലി ഫംഗസ് ആർ ഹെറ്ററോട്രോപിക്, ബട്ട് among the heterotrophic some of them are
saprophytes and some of them are parasites and some shows symbiotic relationships. Okay, no? നെക്സ്റ്റ്, എങ്ങനെയാണ് ഫംഗസിലെ റീപ്രൊഡക്ഷൻ നടക്കുന്നത് എന്നാണ്. റീപ്രൊഡക്റ്റീവ് മെത്തേഡ് നമുക്കറിയാവുന്ന പോലെ തന്നെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഉണ്ട്, അതുപോലെ തന്നെ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർസ് ഉണ്ട്, അതുപോലെ സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അപ്പോൾ വെജിറ്റേറ്റീവ് മെത്തേഡ്സിൽ സാധാരണ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ മെത്തേഡിൽ സാധാരണ നടക്കാറുള്ളതാണ് ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആസ് വെൽ ആസ് ബഡിങ്. എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ? ജസ്റ്റ് മേക്ക് ഇൻ ടു പീസസ്, നമുക്കത് നോക്കാം. അതുപോലെ ഫിഷൻ എന്ന് പറഞ്ഞാൽ ബൈനറി ഫിഷൻ ഇൻ ബാക്ടീരിയ നമ്മൾ കണ്ടു, 2 പീസുകളാവുക. അതുപോലെ ബഡ്ഡിങ്, ഈസ്റ്റിലെ ബഡ്ഡിങ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് എന്തുകൊണ്ട് അറിയപ്പെടുന്നത്? അവരുടെ വെജിറ്റേറ്റീവ് ബോഡി പാർട്സിൽ ഉണ്ടാകുന്ന ജസ്റ്റ് ഒരു ഫോർമേഷൻ, അതിൽ നിന്ന് ന്യൂ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുകയാണ്. അതുകൊണ്ടാണ് ഇതിനെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിച്ചത്. എന്നാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് സ്പെസിഫിക് ആയി പറയാൻ കാരണം, ഈവൻ ദോ യു നോ ദാറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, പക്ഷേ ഇവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ സ്പെസിഫിക് ആയി പറയാൻ കാരണം ഹിയർ ദർ ഇസ് എ ഫോർമേഷൻ ഓഫ് അസെക്ഷൽ സ്പോർസ്. അസെക്ഷൽ സ്പോർസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ് ആൻഡ് സൂസ്പോസുകളാണ്. ഓക്കെ, കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോസ് ആൻഡ് സൂസ്പോസ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോന്നും എന്താണ്, അല്ലെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാണ്, ഫംഗസിൻ്റെ ഏത് ക്ലാസ്സുകളിലാണ് ഇങ്ങനെ കൊണീഡിയ പോലെയുള്ള സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഇപ്പോൾ ഈ പേരുകളൊക്കെ ഒന്ന് കേട്ടുവയ്ക്കുക: കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർ ആൻഡ് സൂസ്പോർ. ഇനി അതുപോലെ തന്നെ സെക്ഷൽ സ്പോറുകളും ഉണ്ടാവുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാലും സൈഗോട്ട് എന്നുള്ളതല്ല, സൈഗോട്ടിന് മിയോസിസ് നടന്ന് ഇവിടെ സ്പോർ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ഏത് സ്പോറുകളൊക്കെയാണ് ഉണ്ടാവുന്നത്? ഊസ്പോർ. ഓക്കെ, ഊസ്പോസ്, ആസ്കോസ്പോസ് ആൻഡ് ബെസിഡിയോസ്പോസ്. oospores, ascospores and basidiospores. There are different other types of spores too. പക്ഷെ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് ഇത്രയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ സ്പോറുകളുണ്ട്, സെക്ഷൽ സ്പോറുകളുണ്ട്. ഇനി അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് എന്തായിരുന്നു? ഒന്ന്, ഫ്രാഗ്മെൻറ്റേഷൻ. എന്താണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യു ക്യാൻ ജസ്റ്റ് സീ ദാറ്റ് ദിസ് ഇസ് ഹൈഫേ, മൈസീലിയം അല്ലെങ്കിൽ മൈസീലിയയിലെ കുറച്ച് ഹൈഫേ. ഇത് എങ്ങനെയുള്ള ഹൈഫയാണ്? ഇതിന് ക്രോസ് വാൾസ് ഉണ്ട്. അതുകൊണ്ട് ക്രോസ് വാൾസ് ഉള്ളത് കൊണ്ട് ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് വിളിക്കാം. ഇങ്ങനെയുള്ള സെപ്റ്റേറ്റോ അസെപ്റ്റേറ്റോ ഏതുമായിക്കൊള്ളട്ടെ, ഈ ഹൈഫേ ജസ്റ്റ് ബ്രേക്ക് ചെയ്യാണ്, ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ ഫ്രാഗ്മെൻറ്റഡ്, ഇറ്റ് ജസ്റ്റ് കട്ട് ഇൻ ടു മെനി പീസസ് ആൻഡ് ഈച്ച് പീസ്, അതർവൈസ് ഈച്ച് ഫ്രാഗ്മെൻറ്റ്സ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസം. അങ്ങനെയുള്ള ഒരു റീപ്രൊഡക്ഷനെയാണ് നമ്മൾ ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫിഷനാണ്. ഫിഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. ഫിഷൻ ഇൻ ഈസ്റ്റ്, അതായത് ഇവിടെ ഒരു സെല്ല് ജസ്റ്റ് ഡിവൈഡ് ചെയ്യാണ്. ആദ്യം തന്നെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തതിന് ശേഷം സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്യുന്നു. സോ ഹിയർ ദിസ് ഈസ് എ ഫിഷൻ പ്രോസസ്. ഫിഷൻ മീൻസ് ജസ്റ്റ് division of nucleus and cytoplasm and make into two organism. The next one is budding in yeast. You know, here a bud like structure starts to appear. ഈ ആദ്യത്തെ പാരന്റൽ സെല്ലിൽ നിന്ന് കുറച്ച് സൈറ്റോപ്ലാസവും അതുപോലെ തന്നെ ന്യൂക്ലിയസും കൂടി ചേർന്ന് ഒരു ബഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. You can see here bud. Maybe sometimes another bud can just form in this way. Maybe continuous buddന്റെ ഒരു ചെയിൻ തന്നെ ഉണ്ടാവാം. ഇനി ഓരോ ബഡും അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്ത് ഓരോ ബഡും ഓരോ ഇൻഡിവിജ്വലായിട്ട് മാറും. ഇതാണ് എന്ത് പ്രോസസ്സ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഫ്രാഗ്മെൻറ്റേഷൻ, ഫിഷൻ ആൻഡ് ബഡ്ഡിങ്. ക്ലിയർ അല്ലേ? ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? ഫംഗസിൻ്റെ ജനറൽ ക്യാരക്ടേഴ്സ് മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ അസെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്? കൊണീഡിയ ഫോർമേഷൻ എന്ന് പറഞ്ഞിരുന്നു. അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് മെയിൻലി ഡൺ ബൈ അസെക്ഷൽ സ്പോർസ്, പ്രൊഡക്ഷൻ ഓഫ് അസെക്ഷൽ സ്പോർസ് സച്ച് ആസ് കൊണീഡിയ. ഇവിടെ നിങ്ങൾക്ക് കൊണീഡിയയുടെ പിക്ചർ കാണാം. പെൻസിലിയം പോലെയുള്ള, പെൻസിലിയം നൊട്ടേറ്റം, പെൻസിലിൻ എന്ന ആൻറ്റിബയോട്ടിക് കിട്ടുന്ന പെൻസിലിയം എന്ന ഫംഗസിൽ നടക്കുന്ന ഒരു തരം അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്പോർ ഫോർമേഷനാണ് കൊണീഡിയ. ഈ കൊണീഡിയ എന്ന് പറഞ്ഞാൽ ഹൈഫയുടെ ഏറ്റവും പുറമെയായിട്ട്, മീൻസ് എക്സോജിനസ്ലി പുറത്തായിട്ട് ഇതുപോലെ കാണുന്ന ഈ സ്ട്രക്ചറുകളെയാണ് നമ്മൾ കൊണീഡിയ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
So this structure is called conidia. This round like structures, no, these structures are called conidia. ഇത് ഈച്ച് വൺ ഇറ്റ് വിൽ ജസ്റ്റ് സെപ്പറേറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഈ കൊണീഡിയ ഈ പാരൻ്റ് ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ഓരോ കൊണീഡിയും ജെർമിനേറ്റ് ചെയ്തിട്ട് ന്യൂ ഹൈഫ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കൊണീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അസെക്ഷൽ സ്പോർ. And the next one is sporangiospores. Just like in Rhizopus and all, we can see that sporangium പോലെയുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡി, ഓക്കെ, സ്പൊറാഞ്ചിയം പോലെയുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡിയിൽ നമുക്ക് വളരെയധികം എന്ത് കാണാൻ സാധിക്കും? സ്പോർസ് കാണാൻ സാധിക്കും. അങ്ങനെയാണ് സ്പൊറാഞ്ചിയോസ്പോർസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സൂസ്പോർ. സൂസ്പോറിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ദേ ആർ മോട്ടൈൽ. ഓക്കെ, സൂസ്പോർസ് ആർ ദ മോട്ടൈൽ അസെക്ഷൽ സ്പോർ. അതെപ്പോഴും ഓർത്തിരിക്കണം. മോട്ടൈൽ ആയിട്ടുള്ള ഒരു അസെക്ഷൽ സ്പോറാണ് സൂസ്പോർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ സൂസ്പോറിനെ ഇവിടെ, സൂസ്പോർ എന്ന് പറയുമ്പോൾ ഈ ഒരു സൂസ്പോറിന് എന്ത് കാണും? ഫ്ലജില്ല കാണും. ഓക്കെ, ആസ് ഇറ്റ് പോസസ് ഫ്ലജില്ല ഇറ്റ് ക്യാൻ മൂവ്. സോ ദ മോട്ടൈൽ അസെക്ഷൽ സ്പോർ ഈസ് നോൺ ആസ് സൂസ്പോർ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അസെക്ഷൽ സ്പോറിന് എക്സാമ്പിൾ ആയിട്ട് കൊണീഡിയ, സ്പൊറാഞ്ചിയോസ്പോർസ് ആൻഡ് സൂസ്പോർസ്. ഇനി നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ഇവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് 3 തരം സ്പോറുകൾ വഴിയാണ്. ഏതൊക്കെയാണ് ആ സ്പോറുകൾ? ഊസ്പോസ്, ആസ്കോസ്പോസ് ആൻഡ് ബെസിഡിയോസ്പോസ്. ഓക്കെ, ഊസ്പോസ്, ascospores and basidiospore. So here this is the oospore. Just like as I told, നമ്മളെ റൈസോപ്പസിലൊക്കെ കാണുന്ന പോലെ oospores and ascospores. ഇതാണ് ആസ്കോസ്പോസ്. ഒരു ആസ്കസിനുള്ളിൽ 8 ആസ്കോസ്പോസ് ആണ് ഫോം ചെയ്യുന്നത്. ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഇനി കാണുന്നത് ബെസിഡിയോസ്പോർ ആണ്. ബെസിഡിയം നമ്മൾ മഷ്റൂമിലൊക്കെ കാണുന്ന ഒരു സ്പോറുകളാണ് ബെസിഡിയോസ്പോർ. ബെസിഡിയം എന്ന പെർട്ടിക്കുലർ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന സ്പോറുകളാണ് ബെസിഡിയോസ്പോർ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതൊക്കെയാണ്? ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബെസിഡിയോസ്പോർ. ഇനി ഈ ഒരു സ്പോറുകളൊക്കെ തന്നെ ഉണ്ടാകുന്നത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടിംഗ് ബോഡീസിൻ്റെ ഉള്ളിലാണ്. ഇപ്പോൾ ആസ്കോസ്പോസ് ആണെങ്കിൽ ആസ്കോ കാർപ്പ് എന്ന് പറയും, അതുപോലെ ബെസിഡിയോ കാർപ്പ്. അങ്ങനെയുള്ള ഫ്രൂട്ടിംഗ് ബോഡീസിലാണ് ഇത്തരം സ്പോറുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്പോറുകൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷം സ്പോറുകൾ ഉണ്ടാകുന്നു. ആ സ്പോറുകൾക്ക് എക്സാമ്പിളുകളാണ് ഊസ്പോർ, ആസ്കോസ്പോർ ആൻഡ് ബെസിഡിയോസ്പോർ. നമുക്കിനി ഈ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴുള്ള വേരിയസ് സ്റ്റെപ്സ് നോക്കാം. ഞാനിപ്പോൾ തന്നെ പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നതിന് ശേഷമാണ് സ്പോറുകൾ ഉണ്ടാവുന്നത്. ആ സ്പോറുകൾ ഉണ്ടാവുന്നതിന് മുമ്പ് 3 പ്രധാന സ്റ്റെപ്പുകളാണ് നടക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാസ്മോഗമി. എന്താണ് പ്ലാസ്മോഗമി? ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് 2 മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമെറ്റ്സ്. മോട്ടൈലായിട്ടോ നോൺ മോട്ടൈലായിട്ടോ ഉള്ള 2 ഗ്യാമെറ്റുകളുടെ ഫ്യൂഷനാണ് എന്ത്? പ്ലാസ്മോഗമി. ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇത് മോട്ടൈലോ നോൺ മോട്ടൈൽ ആയിക്കോട്ടെ, ഇത് ഫംഗസിൻ്റെ ഹൈഫ പോലെ വെജിറ്റേറ്റീവ് ബോഡി ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. 2 ഗ്യാമെറ്റുകളാണെങ്കിൽ ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്ത് അതിനുശേഷം ഉണ്ടാവുന്ന ഒരു സ്ട്രക്ചർ. സി ഹിയർ 2 ന്യൂക്ലിയസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്താണ് ഫ്യൂസ് ചെയ്തിട്ടുള്ളത്? ഫ്യൂസ് ചെയ്തിട്ടുള്ളത് പ്രോട്ടോപ്ലാസമാണ്. അങ്ങനെ ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം ഓഫ് മോട്ടൈൽ ഓർ നോൺ മോട്ടൈൽ ഗ്യാമറ്റ് ഈസ് കോൾഡ് പ്ലാസ്മോഗമി. ഒരുപക്ഷെ ഗ്യാമറ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ഇൻ ബെസിഡിയോമൈസിഡ്സ് എന്ന പോലെയുള്ള ചില ഗ്രൂപ്പുകളിൽ വെജിറ്റേറ്റീവ് ഹൈഫ തന്നെയായിരിക്കും, അതായത് വെജിറ്റേറ്റീവ് സെൽസ് തന്നെയാണ് ഫ്യൂസ് ചെയ്യാറ്. വാട്ട് എവർ ഇറ്റ് ഈസ്, പ്രോട്ടോപ്ലാസം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ സെൽ ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ ഒരു സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റേജിനെയാണ് പ്ലാസ്മോഗമി എന്ന് വിളിക്കുന്നത്. പ്ലാസ്മോഗമിക്ക് ശേഷം പിന്നെ നടക്കുന്നതാണ് കാരിയോഗമി. ഡു യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കാരിയോൺ? കാരിയോൺ മീൻസ് ന്യൂക്ലിയസ് ആണ്. യൂകാരിയോട്സ്, പ്രോകാരിയോട്സ്, ആ വേർഡ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പോൾ കാരിയോൺ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ന്യൂക്ലിയസ് എന്നാണ്. അപ്പോൾ കാരിയോഗമി, ഗമി മീൻസ് വാട്ട്? ഫ്യൂഷൻ. സോ കാരിയോഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ്. യെസ്, സോ കാരിയോഗമി മീൻസ് ഫ്യൂഷൻ ഓഫ് 2 ന്യൂക്ലിയസ്. അപ്പോൾ ഇതിന് ശേഷം പിന്നെ എന്താ നടക്കുക? ഈ ഒരു സെല്ലിൽ ഈ 2 ന്യൂക്ലിയസും കൂടി ചേർന്ന് വലിയൊരു ന്യൂക്ലിയസ് ആയിട്ട് മാറി. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് സ്റ്റേജ് പ്ലാസ്മോഗമി ആൻഡ് ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് കാരിയോഗമി, വേർ ദ ഫ്യൂഷൻ ഓഫ് ന്യൂക്ലിയസ് ടേക്സ് പ്ലേസ്.
And the third one is meiosis in zygote resulting in haploid spores. കാരിയോഗമി നടന്നു കഴിഞ്ഞുണ്ടാവുന്ന ഈ സ്ട്രക്ചറിനെ നമുക്ക് എന്ത് വിളിക്കാം? സൈഗോട്ട് എന്ന് വിളിക്കാം. ഓക്കെ, 2 ഗ്യാമറ്റുകൾ കൂടിച്ചേർന്നുണ്ടായ ഈ ഒരു പുതിയ സ്ട്രക്ചറിനെ നമുക്ക് സൈഗോട്ട് എന്ന് വിളിക്കാം. പക്ഷേ ഇവിടെ സൈഗോട്ട് ഫോർമേഷന് 2 സ്റ്റെപ്പ് നടന്നു എന്ന് മാത്രം. അതായത് പ്ലാസ്മോഗമിയും നടന്നു, കാരിയോഗമിയും നടന്നു. എന്തുകൊണ്ടാണെന്ന് പറയാം. കാരണം നോർമലി നമ്മൾ ഫ്യൂഷൻ ഓഫ് ഗ്യാമറ്റ്സ് എന്ന് മാത്രമേ പറയാറുള്ളൂ. ഇവിടെ നമ്മൾ ഫ്യൂഷൻ ഓഫ് ഫ്യൂഷൻ ഓഫ് ഗ്യാമറ്റ്സിന് 2 സ്റ്റെപ്പായിട്ട് പ്ലാസ്മോഗമി ആൻഡ് കാരിയോഗമി രണ്ടും നടന്നതിന് ശേഷമാണ് സൈഗോട്ട് ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം ഈ ഒരു സംഭവം, അതായത് ഇവിടെ ആദ്യത്തെ ഗ്യാമറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും, ഈ ഗ്യാമറ്റും ഹാപ്ലോയിഡ് ആയിരിക്കും. ഓക്കെ അല്ലേ? ദെൻ ഈ 2 എണ്ണം കൂടി ഫ്യൂസ് ചെയ്ത് ഇപ്പോൾ കാരിയോഗമി നടക്കുന്നതിന് മുമ്പുള്ള ഈ ഒരു സ്റ്റേജ് N+N സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഡൈകാരിയോട്ടിക് ഫേസ് എന്ന് പറയും. അതിനുശേഷം ഇവർ സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ് കണ്ടീഷൻ. എന്താണ് ഹാപ്ലോയിഡ് അല്ലെങ്കിൽ എന്താണ് ഡിപ്ലോയിഡ്? ഡു യു നോ അബൌട്ട് ഇറ്റ്? ഹാപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോഡി സെൽസ്, നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, ഹ്യൂമൻ ബോഡിയിൽ എത്ര ക്രോമസോംസ് ആണ്? ഹ്യൂമൻ സെൽസ് പോസസ് 46 ക്രോമസോം. അപ്പോൾ 46 ക്രോമസോം എന്ന് പറയുന്നത് ഏത് കണ്ടീഷനാണ്? ഡിപ്ലോയിഡ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വെജിറ്റേറ്റീവ് സെൽസിലുള്ള ഡിപ്ലോയിഡ് കണ്ടീഷനിൽ 46 ക്രോമസോംസ് ഉണ്ട്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഗ്യാമറ്റുകളായിട്ടുള്ള എഗ്ഗിലും അതുപോലെ തന്നെ ഓവം, എഗ് ഓർ ഓവം അല്ലെങ്കിൽ സ്പേം എന്ന് പറഞ്ഞാൽ അതിന് എത്രയാണ് അതിൻ്റെ ക്രോമസോം നമ്പർ? ഓൺലി 23. അതായത് അതിൻ്റെ എന്താണ്? ഹാഫ് ഓഫ് ദി ക്രോമസോം നമ്പർ. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹാപ്ലോയിഡ്. അപ്പോൾ കുറച്ച് ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഹാഫ് ഓഫ് ദി ക്രോമസോം നമ്പർ ആണ് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് മീൻസ് ഫുൾ ക്രോമസോം നമ്പർ ഇൻ അവർ കേസ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻ ദ കേസ് ഓഫ് ഫംഗസിൻ്റെ കേസിൽ അവരുടെ പ്ലാൻ ബോഡി എന്ന് പറയുന്നത് ആക്ച്വലി ഹാപ്ലോയിഡ് ആണ്, ഡിപ്ലോയിഡ് അല്ല. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള അവരുടെ ബോഡിയിലെ അവരുടെ ഗ്യാമറ്റ്സ് ഫ്യൂസ് ചെയ്തിട്ട് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടായി. ഇനി അവർക്ക് വീണ്ടും ഏത് സ്റ്റേജിലോട്ടാണ് വരേണ്ടത്? ഹാപ്ലോയിഡ് എന്ന സ്റ്റേജിലേക്ക് വരണം. അപ്പോൾ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള 2 തരം സെൽ ഡിവിഷൻ ഉണ്ട്, മൈറ്റോസിസും മിയോസിസും. അപ്പോൾ നിങ്ങൾക്കറിയാം മൈറ്റോസിസ് നടന്നു കഴിഞ്ഞാൽ അവിടെ സെയിം ക്രോമസോം നമ്പർ മാത്രമാണ് ഉണ്ടാവുന്നത്. മിയോസിസ് നടന്നാൽ മാത്രമാണ് ക്രോമസോം നമ്പർ ബിക്കം ഹാഫ്. ഓക്കെ, അതായത് റിഡക്ഷൻ ഡിവിഷൻ എന്നാണ് മിയോസിസ് എന്ന സെൽ ഡിവിഷനെ പറയുന്നത്. അപ്പോൾ മിയോസിസ് നടന്നു കഴിഞ്ഞ് 2N എന്തായി മാറും? ഡിപ്ലോയിഡ് ആയിട്ടുള്ള കണ്ടീഷൻ എന്തായിട്ട് മാറും? ഹാപ്ലോയിഡ് ആയിട്ട് മാറും. അതുകൊണ്ട് സൈഗോട്ടിൽ ഇനി നടക്കേണ്ട പ്രോസസ്സ് എന്താണ്? മിയോസിസ് ആണ്. അപ്പോൾ മിയോസിസ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് 4 സെൽസ് ഉണ്ടാകും. അതുപോലെ സൈഗോട്ടിൽ ഓൾറെഡി മിയോസിസ് നടന്ന് ഇനി ഇവിടെ നടക്കുന്നത് സ്പോർ ഫോർമേഷൻ ആണ്. ഓക്കെ, ദ ഫോർമേഷൻ ഓഫ് സ്പോർസ് വിച്ച് ആർ ഹാപ്ലോയിഡ്. അപ്പോൾ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോർ ഉണ്ടാവുന്നു. ഈ സ്പോർ ജെർമിനേറ്റ് ചെയ്തിട്ടാണ് പുതിയ ഹൈഫ ഉണ്ടാവുന്നത്. അപ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? Plasmogamy. Plasmogamy means the fusion of protoplasm. Then the fusion of nucleus is known as karyogamy. After karyogamy, it forms a zygote. Then zygote undergoes meiosis and form haploid spores. Okay? I hope you understood. ഇനി നമുക്കിവിടെ അറിഞ്ഞിരിക്കാനുള്ള ഒരു കാര്യം, ഇങ്ങനെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പോറുകൾ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ നിങ്ങൾക്കറിയാം 2 ഹാപ്ലോയിഡ് സെൽസ് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട്സ് ഇൻ ദ ഡിപ്ലോയിഡ് സെൽസ്. സാധാരണ രീതിയിൽ പെട്ടെന്ന് പ്ലാസ്മോഗമി നടക്കുന്നു, അതിനുശേഷം കാരിയോഗമി നടക്കുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടാവുക? ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ടാണ് ഉണ്ടാകാറ്. എങ്കിലും ചില ഗ്രൂപ്പുകളിൽ ജസ്റ്റ് ലൈക്ക് ആസ്കോമൈസീഡ്സ് ആൻഡ് ബെസിഡിയോമൈസീഡ്സ്, ഈസ് ഇറ്റ് വിസിബിൾ ഫോർ യു? ആസ്കോമൈസീഡ്സ് ആൻഡ് ബെസിഡിയോമൈസീഡ്സ് നമ്മൾ ഇനി അതിൻ്റെ ക്ലാസ്സസ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ആസ്കോമൈസീഡ്സിലും ബെസിഡിയോമൈസീഡ്സിലും ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൻ്റെ പേരാണ് ഡൈകാരിയോട്ടിക് സ്റ്റേജ്. എന്താണ് ആ സ്റ്റേജിൻ്റെ പേര്? ഡൈകാരിയോട്ടിക് സ്റ്റേജ്. ദാറ്റ് ഈസ് N+N കണ്ടീഷൻ. ദാറ്റ് ഈസ് 2 nuclei per cell occurs and now this cell is called dikaryon. Just before I have shown you, നോക്കൂ, ഈ പ്ലാസ്മോഗമി നടന്ന് ഡൈകാരിയോൺ ഫേസ് ആണ്. സോ നമുക്ക് ഈ ഒരു ഫേസിനെയാണ് നമുക്ക് എന്ത് വിളിക്കാൻ പറ്റുന്നത്? ഡൈകാരിയോൺ. നൗ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ ഡൈകാരിയോൺ.
കിട്ടിയല്ലോ. പ്ലാസ്മോഗമി നടക്കുന്നു. കാരിയോഗമി നടക്കുന്നതിന് തൊട്ട് മുൻപ്, കാരിയോഗമി നടന്നാൽ അതെന്തായി മാറും? സൈഗോട്ടായി മാറും, ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറായി മാറും. അതിനു മുമ്പ് ആസ്കോമൈസീഡ്സിലും ബെസിഡിയോമൈസീഡ്സിലും ഈ പ്ലാസ്മോഗമിക്ക് ശേഷം കുറച്ചൊരു ഇൻ്റർവെൽ ഉണ്ട്, ഒരു ഇൻ്റർവീനിങ് സ്റ്റേജ് ഉണ്ട്. അതാണ് എന്ത്? ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്. ആ സ്റ്റേജിൻ്റെ പേരാണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്. ആ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കാരിയോൺ. ഡൈക്കാരിയോണിൽ എല്ലായ്പ്പോഴും ഉള്ളത് N+N കണ്ടീഷനാണ്. So I hope you got about the dikaryotic phase and dikaryon stage. അപ്പോൾ നമ്മൾ എന്താ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പറഞ്ഞത്? ഫംഗസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഫസ്റ്റ് സ്റ്റേജ് ആണ് പ്ലാസ്മോഗമി, ദാറ്റ് മീൻസ് ഫ്യൂഷൻ ഓഫ് പ്രോട്ടോപ്ലാസം, ആൻഡ് സെക്കൻഡ് വൺ fusion of nuclei, that is known as karyogamy. Then meiosis occurs in the zygote and the formation of a haploid spore. Okay അല്ലേ? ഇതിനിടയിൽ ഒരു കാര്യം കൂടി നമ്മൾ പഠിച്ചത് എന്താണ്? ഡൈക്കാരിയോൺ. എന്താണ് ഡൈക്കാരിയോൺ? ജസ്റ്റ് ബിഫോർ കാരിയോഗമി ഒരു ഇൻ്റർവീനിങ് ആയിട്ടുള്ള സ്റ്റേജ് ഏതൊക്കെ ഗ്രൂപ്പ്സിൽ കാണപ്പെടുന്നു? ആസ്കോമൈസീഡ്സിലും ബെസിഡിയോമൈസീഡ്സിലും കാണപ്പെടുന്നു. അങ്ങനെ കണ്ടാൽ ആ സ്റ്റേജിനെ വിളിക്കുന്ന പേരാണ് ഡൈക്കാരിയോട്ടിക് സ്റ്റേജ്. നിങ്ങൾക്കിവിടെ നോക്കി അറിയാം, സാധാരണ ബെസിഡിയോമൈസിഡ്സ് എന്ന് പറയുന്ന നമ്മുടെ മഷ്റൂം ഉണ്ടല്ലോ, നോർമൽ മഷ്റൂം. ആ മഷ്റൂമിലെ ഒരു എന്താ പറയുക ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്ക് നോക്കാം, ഇവിടെ ഇതൊരു 2 ഹൈഫേ ഫ്യൂസ് ചെയ്യുന്നു, പ്ലാസ്മോഗമി നടക്കുന്നു. പക്ഷേ അവർ കുറച്ച് സമയം ഡൈക്കാരിയോട്ടിക് ഫേസിലാണ്. ആ ഡൈക്കാരിയോട്ടിക് ഫേസിലാണ് നമ്മൾ ഈ കാണുന്ന, നമ്മൾ കൂൺ എന്ന് പറയുന്ന ഈ മഷ്റൂം, ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി ഉണ്ടാകുന്നത്. ഈ ഫ്രൂട്ടിംഗ് ബോഡിയിൽ ഉണ്ടാകുന്ന സ്പെസിഫിക് ആയിട്ടുള്ള സ്ട്രക്ചർ നിങ്ങൾക്കിവിടെ കാണാം. ഇത് ഇപ്പോഴും ഡൈക്കാരിയോട്ടിക് ഫേസ് തന്നെയാണ്, ഫ്യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, കാരിയോഗമി നടക്കുന്നത്. കാരിയോഗമി നടന്നപ്പോൾ അതെന്തായി? സൈഗോട്ടായി. ദെൻ മിയോസിസ് ഒക്കേഴ്സ്. അങ്ങനെ മിയോസിസ് നടന്ന് ഈ ബെസിഡിയം എന്ന ഈ ഒരു സ്ട്രക്ചറിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 4 എന്തുണ്ടായി? ബെസിഡിയോസ്പോർ എന്നുള്ള സ്പോറുകളുണ്ടായി. ഹിയർ 1 2 3 4. മേ ബി ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ ആസ് ഇറ്റ് ഇസ് എ സ്മോൾ ഡയഗ്രാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലാക്കുക. എന്താണ്? പ്ലാസ്മോഗമി നടന്നു. കാരിയോഗമി നടക്കുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് ആയിരുന്നു ഡൈക്കാരിയോട്ടിക് ഫേസ്. അതിലാണ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഫ്രൂട്ടിംഗ് ബോഡീസ് ഉണ്ടായി, ബെസിഡിയം എന്ന സ്ട്രക്ചർ ഉണ്ടായതിന് ശേഷമാണ് എന്ത് നടക്കുന്നത്? കാരിയോഗമി നടക്കുന്നത്. അതിനുശേഷം മിയോസിസ് നടക്കുന്നു. സോ ഇറ്റ് ജസ്റ്റ് ഫോംസ് ദി ബെസിഡിയോസ്പോർ. So I hope you got it. ഇനി ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ബിക്കംസ് ഹിയർ ദ ഫംഗൈ ഫോം ഫ്രൂട്ടിംഗ് ബോഡീസ് വിച്ച് റിഡക്ഷൻ ഡിവിഷൻ ഒക്കേഴ്സ്. അപ്പോൾ ഈ ഫ്രൂട്ടിംഗ് ബോഡിയിലാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. അതിനുശേഷമാണ് സ്പോർസ് ഉണ്ടാകുന്നത്. ഇനി നമുക്ക്, അപ്പോൾ നമ്മൾ ഓൾറെഡി ഫംഗസിൻ്റെ എല്ലാ ജനറൽ ക്യാരക്ടേഴ്സും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കേണ്ടത് ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ഫംഗസിന് നമുക്ക് മെയിനായിട്ട് 4 ക്ലാസ്സസ് ആയിട്ട് തരംതിരിക്കാം. അക്കോർഡിംഗ് ടു അവർ സിലബസ് നമുക്ക് ബേസ്ഡ് ഓൺ മോർഫോളജി ഓഫ് മൈസീലിയം, മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ ആൻഡ് ഫ്രൂട്ടിംഗ് ബോഡീസ് ഫംഗസ് ക്ലാസിഫൈഡ്. അപ്പോൾ ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന്, മോർഫോളജി ഓഫ് മൈസീലിയം. എന്താണ് ഈ മൈസീലിയത്തിൻ്റെ ഒരു സ്ട്രക്ചർ, എക്സ്റ്റേണൽ ഫീച്ചർ എങ്ങനെയൊക്കെയാണ്? അത് സെപ്റ്റേറ്റ് ആണോ, അസെപ്റ്റേറ്റ് ആണോ, ബ്രാഞ്ച്ഡ് ആണോ, അൺബ്രാഞ്ച്ഡ് ആണോ? അതുപോലെ മോഡ് ഓഫ് സ്പോർ ഫോർമേഷൻ, അസെക്ഷൽ സ്പോർ ഏതാണ്, സെക്ഷൽ സ്പോർ ഏതാണ്, അതുപോലെ തന്നെ ഏതൊക്കെ തരം ഫ്രൂട്ടിംഗ് ബോഡീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ അനുസരിച്ച് നമുക്ക് ഫംഗസിനെ 4 ക്ലാസ്സുകളായിട്ട് തരംതിരിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് ഫൈക്കോമൈസീഡ്സ്, second one ascomycetes, third one basidiomycetes, and fourth one deuteromycetes. So what are the 4 classes? Phycomycetes, ascomycetes, basidiomycetes and deuteromycetes. അപ്പോൾ നമുക്കിത് 1 by 1 ആയിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ഓരോ ക്ലാസ്സിൻ്റെയും ഫീച്ചേഴ്സിനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.